അലൈക്കും. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് ഹൈദരാബാദി ചിക്കൻ മസാലയുടെ റെസിപ്പിയുമായിട്ടാണ്. അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം. ഹൈദരാബാദി ചിക്കൻ മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്തെടുക്കാം. ഇതിൽ ഞാൻ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ തൈര് ഒഴിച്ചു കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്യണം. നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് ഒരു വലിയ സവോള ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളതാണ്. അത് കൈവച്ച് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ടുള്ളതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ 1/2 മണിക്കൂർ മൂടി വെച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഇനി മസാല തയ്യാറാക്കാം. അതിനു വേണ്ടിയിട്ടുള്ള ചേരുവകൾ എന്തെല്ലാമെന്ന് ഞാൻ പറഞ്ഞു തരാം. 1.5 ടീസ്പൂൺ മല്ലി വേണം, 2 ചെറിയ കഷ്ണം പട്ട, 1 ഏലക്കായ, 3 ഗ്രാമ്പു, കുറച്ച് കുരുമുളക്, റെഡ് ചില്ലി റോസ്റ്റഡ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിന് ചെറിയ തീരൊന്ന് വറുത്തെടുക്കാം. അധികം വറുക്കണ്ട, ചെറുതായി ഒന്ന് വറുത്തെടുത്താൽ മതി. ഞാൻ ചെറുതായി ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇതിന് ചൂടാറിയതിനു ശേഷം മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 2 സവോള ചെറുതായി അരിഞ്ഞത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുള്ള മസാല കൂടി ഇട്ട് കൊടുക്കാം. നല്ലോണം അരച്ചെടുക്കാം. ഇനി മസാല തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ച മിക്സർ ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം. മിക്സിയുടെ ജാറ് കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്യാം. ഞാൻ മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിവേപ്പിലയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. ഇതിന് 10 മിനിറ്റ് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. മിക്സ് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. ഇത് മിക്സ് ചെയ്യാം. ഇതിനൊരു 10 മിനിറ്റ് കൂടി മൂടി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മൂടി തുറന്നിട്ടുണ്ട്. ഇതിന് കുറച്ച് നേരം കൂടി നല്ലോണം മിക്സ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഹൈദരാബാദി ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില വിതറി കൊടുക്കാം.
ഒന്ന് മിക്സ് ചെയ്യാം. ഗ്യാസ് ഓഫ് ആക്കാം. ഇതിനെ സേവിങ് പാത്രത്തിലേക്ക് മാറ്റാം. ഹൈദരാബാദി ചിക്കൻ മസാല ഞാനൊരു സേവിങ് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.